എന്നത്തെ നമ്മളെ വീഡിയോയും കൃഷിയും പരിപാടിയൊക്കെ അല്ലേ. അപ്പൊ ഇന്നൊരു വെറൈറ്റിയാണ്. ഇന്ന് ഇതിന് ഞാൻ പുഴയിൽ കക്ക പിടിക്കാനായിട്ട് വന്നതാണ്. ഇപ്പൊ ഞങ്ങളെ കടവിന്റെ താഴ്ഭാഗം അട്ടതൊക്കെ നമ്മളെ ചെക്ക് ഡാമിന്റെ ഒക്കെ താഴെ ഇവിടെയൊക്കെ ആ സ്ഥലത്തൊക്കെ നമ്മൾ പോത്തിനെ വെക്കുന്ന സ്ഥലമാണ്. ഇതിന് ഞാനൊക്കെ കുറെ ഓടിയ സ്ഥലം പോത്തൊക്കെ ഓടിച്ചിട്ട് അവിടെയൊക്കെ നമ്മൾ പോത്തിനെ വെച്ചിരുന്നു കേട്ടോ. ഇപ്പൊ കുറച്ച് ദിവസം നമ്മൾ ഈ ഏരിയയിലൊക്കെ വന്നിട്ട് നമുക്ക് ഇഷ്ടംപോലെ പച്ചപ്പുല്ലൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ പോത്തിനൊന്നും മേക്കാൻ കൊണ്ടിരില്ല. ഇപ്പൊ പുഴയിലൊക്കെ വെള്ളം പറ്റിയില്ല. ഇതിനെ ഇവിടെ ഒരു ദ്വീപ് പോലായിട്ട് ഒരു ഗ്യാപ്പേ ഉള്ളൂ. അപ്പുറം സൈഡിലൂടെയും വെള്ളം ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ കക്കയൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല, ചെന്ന് നോക്കട്ടെ. ഞങ്ങൾ പ്ലാൻ ഇട്ട് തുടങ്ങിയിട്ട് കുറെ ദിവസമായി, പക്ഷെ നടക്കൂല. പിന്നെ ലീവ് ആയതുകൊണ്ട് അങ്ങനെ ഇറങ്ങിയതാ. ഞാനൊരു ബക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്, ഇതിന് സഞ്ചിയൊക്കെ എടുത്ത് പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. കിട്ടുമെന്ന് അറിയില്ല. എന്താ സ്ഥിതി, ഇങ്ങനെ കിട്ടുമോ? നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. കക്ക ഉണ്ടെങ്കിൽ വേഗം കാണാം. ഇതിന് 2 ഐറ്റം പിടുത്തൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ കക്ക ഇങ്ങനെ പുറന്ന് നിൽക്കുന്നതാണ്, അങ്ങനെ പോയി പിടിക്കലാണ്. പക്ഷെ ഇതിന് തപ്പിയും പിടിക്കും, ഇതുപോലെ കണ്ടിട്ടും പിടിക്കും. നമുക്ക് എന്താ ആ താഴ്ഭാഗത്ത് നിന്ന് ഇങ്ങനെ കയറിയോ കക്ക പിടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ താഴ്ന്ന് പിടിച്ച് മുകളിലോട്ട് കയറണം. അപ്പൊ നമ്മളെ കടവ് വരെ നമ്മൾ വരും കേട്ടോ. അതിന്റെ മുകളിലോട്ടാണ് നമ്മൾ വന്ന് വലയിട്ടൊക്കെ ചെക്ക് ഡാമൊക്കെ വരുന്നത്. ചെക്ക് ഡാമിന് മുകളിൽ വെള്ളം കൂടുതലാണ്. ഇവിടെ ആകുമ്പോൾ കറക്റ്റ് നമുക്ക് വെള്ളത്തിലൂടെ ഇങ്ങനെ നടന്നു വരാം. ഇവിടെ എത്തിയപ്പോ നോക്ക്, പുഴ ചെറിയ ദ്വീപായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് അതിൽ ഇതിലൊക്കെ വെള്ളം വരുന്നുണ്ട്. ഈ പുല്ലൊക്കെ കാണിച്ചു കൊടുക്കുക വെച്ചോ. ഞങ്ങൾ അത്രയും പോത്തിനെ കൊണ്ടുവന്ന പോത്തെല്ലാം കഴിക്കുന്ന പുല്ല്. ഇപ്പൊ പുല്ലായിട്ടോ, നമ്മൾ മേക്കാൻ വരാത്തോണ്ട്. റിച്ചു ഞാനും ഇതിനൊക്കെ ഒരുപാട് ഓടിയത് അതിലെ. വയറിങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എരുമ നിൽക്കൂല. എരുമ നേരെ വെള്ളത്തിൽ കിടക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരും. അപ്പൊ എരുമനി നോക്കണം, പോത്തുകൾ അങ്ങോട്ട് പോകും. അങ്ങനെ നല്ല രസമായിരുന്നു ഇവിടെ. ഇപ്പൊ അങ്ങോട്ട് താഴെ പോവല്ലേ? എന്നാ അങ്ങനല്ല കേട്ടോ, നമുക്ക് എന്നും പണിയാണ്. അപ്പൊ ഫാമിലെ പണികളൊക്കെ തീർത്തിട്ടാണ് ഇപ്പൊ ഇറങ്ങിയത്. നിതിനെന്താ ലീവാണ്. ഓനിപ്പോ ഇന്റർലോക്കിന്റെ പണിക്കൊക്കെ പോകുന്നതുകൊണ്ട് ഇടയ്ക്കെങ്കിൽ പ്ലാവിൽ വെട്ടിത്തരാനും ഓരോന്ന് പറിക്കാനും മാത്രം ഇപ്പൊ അടുത്ത് വരുള്ളൂ അവന്. അപ്പൊ ഓൻ ലീവ് ആയതുകൊണ്ട് ഇറങ്ങിയതാ. കറക്റ്റ് സമയമൊക്കെയാണ് ഏകദേശം അടുത്ത് പുതുമഴ പെയ്യുന്നതിന് മുന്നേ ആയിട്ടാണ്. ഈ ഒരു സമയത്താണ് കക്കയൊക്കെ നല്ല കാണുക. ഇവിടെയൊക്കെ പായലുണ്ടല്ലേടാ, ഉണ്ടല്ലോ ഇവിടെ ഈ സ്ഥലത്തൊക്കെ ഇറങ്ങി വരാം. അപ്പൊ കുറച്ചുകൂടെ താഴ്ന്ന് അങ്ങനെ വരാം അല്ലേ. നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴേ വെള്ളം എന്തായാലും കലങ്ങും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മുകളിലോട്ട് പിടിച്ചു വരുന്നത്. പിന്നെ ലൈറ്റ് വെയിൽ വരുന്ന സമയത്ത് ഇവരിങ്ങനെ കറക്റ്റ് ഇങ്ങനെ പൊളന്ന് നിൽക്കും. പരലും ഒക്കെ ഇഷ്ടംപോലെ പരലുണ്ട് കേട്ടോ. കക്ക കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പ്ലാനും മാറ്റും കേട്ടോ. ഞങ്ങൾ ചിലപ്പോൾ വരാലിനെ കണ്ടിട്ടുണ്ട്, രണ്ട് മൂന്ന് സ്ഥലത്ത് വരാലിനെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വരാൽ പിടുത്തം, അല്ലെങ്കിൽ വല എടുത്തു കൊടുത്തിട്ട് പരലിനെ പിടിക്കുക. കക്ക കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതന്നെ ഇന്ന് അതിന് ഫുള്ള് പരിപാടി ആയിരിക്കും അല്ലേ. നമുക്ക് റിച്ചോ പരല് കാണുന്നൊക്കെ ഗ്യാങ് ആയിട്ട് നല്ല പരലുണ്ട്. നമ്മൾ വരുന്ന സമയത്ത് തക്കുടി അവിടെ കുപ്പിക്കണി വെക്കണുണ്ടീനു. പരല് കാണുന്നുണ്ടോ? ഇഷ്ടംപോലെ പരലുണ്ട്. തക്കുടിനോട് ഞാൻ പറഞ്ഞേ ഈ മീൻ പിടിക്കണമെന്ന് വീഡിയോ എടുക്കട്ടെ വെച്ചപ്പോൾ തക്കുടി ഓടുക. എവിടുന്ന് നിന്ന് തുടങ്ങാ? കുറച്ചുകൂടെ താഴെ അപ്പൊ അങ്ങോട്ട് പോവാ. നമ്മൾ ഇവിടുന്നായിട്ടാ തുടങ്ങുന്നത്. ഇഷ്ടംപോലെ നോക്കടാ കക്ക പൊളന്ന് കിടക്കും. ഇതിലൊന്നും ഇറച്ചിയില്ല കേട്ടോ, കാലിയ തൊണ്ട. ഇതാണ് കേട്ടോ ഞങ്ങൾ കക്ക എന്ന് പറയുന്നത്. അത് പറയാൻ മറന്നുപോയി. ഞങ്ങൾ ഇവിടെ കക്ക കോരാന്നൊക്കെ ഇതിന് പറയാ. ഇപ്പൊ ഓരോ സ്ഥലത്തും പല പേര്. ചില സ്ഥലത്ത് എരുന്ത് എന്ന് പറയുന്നത് ഇതല്ല, ഇത് പുഴയിൽ ഉണ്ടാകുന്ന കക്കനെ കേട്ടോ. എരുന്ത് ഇതിലും കുറച്ച് ചെറുതായിരിക്കും. ഇത്രയൊക്കെ ഉണ്ടാവില്ലേ എരുന്തിന്? ഇതിന് വലിയ എരുന്തൊക്കെ ഇത്ര ഉണ്ടാവില്ലേ? നമ്മളിവിടെ ഇതിലാണ് കക്ക എന്ന് പറയുന്നത്. ഇതൊന്നല്ല, നല്ല വലിപ്പമുണ്ടെന്ന് ഒക്കത്തിലും. ഇറച്ചി ഇതെന്താ ഇതടാ? കുരങ്ങ് എടുക്കുവോ? വെള്ളത്തിൽ നിന്നല്ലേ? കുരങ്ങ് എന്താ തിന്നറിയില്ല. അതാ ആളുകളല്ലേ, ആളുകൾ ഇവിടെ ഇട്ടതൊന്നും ഇതിനാക്കിവിടെ. കുരങ്ങനെ ഇരിക്കും. ഇത് നോക്ക് ഇഷ്ടം പോലെ ഉണ്ടാ. ഇതാ അത്യാവശ്യം വലിപ്പമുള്ളതൊക്കെ. ഇങ്ങനത്തെ സംഭവമാണ് നമുക്ക് എടുക്കേണ്ടല്ല പിടിക്കേണ്ടത്. നോക്കാം. എടാ ഇതെല്ലാം കഴിച്ചു പോയോ? കിട്ടൂലേ? പണ്ടൊക്കെ ഇങ്ങനത്തെ പായലുണ്ടല്ലോ, ഇതിൽ നല്ല ഉണ്ടാവൂടാ. കക്കല്ല കല്ല സംഭവം. ഇതിനൊന്ന് കിട്ടിയായിരുന്നു. എവിടെ ഇതിനെ? അത്യാവശ്യം വലിപ്പമുള്ള കേട്ടോ. ഈ സാധനമാണ്, പക്ഷെ നല്ല ടൈറ്റാണ്. ഇപ്പൊ കിട്ടില്ല. ഞാൻ അത്രയും ഏരിയ നോക്കി അത്രയും കലങ്ങി വന്നിട്ട് ഒറ്റ ഒന്നും കണ്ടിട്ടില്ല. സൈഡിലൊക്കെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ കാണിച്ചില്ല ഫസ്റ്റ് തന്നെ ഇങ്ങനെ തൊണ്ട് കാണുന്നുണ്ട്. സംഭവം എന്തോ വന്നിട്ട് കുരങ്ങാട ഇടയിലെ എടുത്തു പോകുന്നുണ്ട്. പിന്നെ കുറവാണ് ആദ്യത്തെ അത്ര. ആദ്യമൊക്കെ ഒരു സൈഡ് ഇങ്ങോട്ട് ഇറങ്ങിയാൽ കുഞ്ഞാത്തി ഞാനൊക്കെ അനിയനൊക്കെ കൂടെ ഒന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ബക്കറ്റ് സാധനം, ഒരു ബക്കറ്റില്ല കുറച്ച് ഏരിയ തന്നെ നമുക്ക് ബക്കറ്റിൽ സാധനം ഇതാ ഇതിന് കിട്ടി. അടുത്ത് തപ്പി പിടിക്കുമ്പോഴേ കിട്ടണുള്ളൂ. അല്ല പൊളന്നിങ്ങനെ നിൽക്കണമെന്ന് അത്ര എണ്ണം കുറവായതുകൊണ്ടാണ് കേട്ടോ.
ഇവിടെ ചൂണ്ടക്കാർ വന്നിക്കണം കേട്ടോ. മീൻ കിട്ടിയടാ? എന്താ എര എന്താണ്? ഗോതമ്പോ? ഇന്ന് അവിടെ ഇവിടെ ഇട്ട് നോക്കിയത് ഇവിടെ ഉണ്ടാവും. ആ സൈഡ് ഉണ്ടല്ലോ മുകളിലത്തെ ചെരുവ്, അവിടെയും പിലോപ്പി ഇങ്ങനെ കയറിക്കലുണ്ട്. നമുക്ക് നോക്കാം, കിട്ടണ എടുക്കാം. കിട്ടിയോ? നീ തപ്പി തപ്പി അടുത്തിട്ട് ഇതിന്റെ കോള് വരുന്നുണ്ടല്ലോ. ഇതൊക്കെ മേടിയാനാ ഏതെങ്കിലും ഒക്കെ കിട്ടിയാൽ മതി. വലുപ്പമുള്ള തന്നെ നോക്കണമെന്നില്ല. സംഭവം ഇങ്ങനെ തപ്പ് തന്നെ. കൂടുതൽ കല്ലുള്ളതുകൊണ്ട് കക്കയാണോ കല്ലാണോ എന്ന് അറിയുന്നില്ല. മീൻ കിട്ടലുണ്ടാ? ഉണ്ടോ ചൂണ്ടക്കോ? വരാലുണ്ടോ? വരാലും കാണലുണ്ടോ? ഉണ്ട്, കാണാ. ഞങ്ങൾ വല ഉണ്ടെങ്കിൽ വല വളച്ചിട്ടേ, വലാല് ചൂണ്ടൊക്കെ എടുക്കുവോ? വല വളച്ചിട്ട് ഉള്ളിലാക്കി പിടിക്കണം. ചെറാനുണ്ട്. എവിടെ? ആ ഒരു അത്തിമരല്ലേ അവിടെ, ആ മൂലല, ആ മയിൽമാത്തി കിടക്കുന്ന സ്ഥലത്തിന്റെ അവിടെ ഈ ഇതിലുണ്ട്. വലിപ്പുണ്ടോ? നമുക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ അടുത്ത വാരം ഞങ്ങള് കക്ക കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്ലാൻ ബി മീൻ പിടുത്ത. നമ്മളെ ചാനൽ കണ്ടിട്ടില്ലേ നിങ്ങളൊന്നും? കാമ്പർത്ത് ഫാംസ് കേട്ടോ യൂട്യൂബ് ചാനലിന്റെ പേര്. അവൻ കാണലുണ്ട് അല്ലേ? ഇവനെ ഇവിടെ അല്ല. അതുകൊണ്ടാ ബത്തേരി എവിടെ വന്നതാ? സ്കൂൾ കൂട്ടി പോന്നിരിക്കും അല്ലേ? ഞാൻ മോളിൽ ചെന്ന് നോക്കി, ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് വരും. ഞങ്ങൾ കക്ക തപ്പി തപ്പി വരണം, സ്പീഡ് പോയ കക്ക കിട്ടൂല. അങ്ങനെ റിച്ചോ ഫസ്റ്റ് കക്കനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാ ഇങ്ങനെ നിന്നാലും എനിക്ക് കക്കനെ കിട്ടുള്ളൂ കേട്ടോ. അത് കണ്ടോ? കാണുന്നുണ്ടോ? മേടിയം കക്കനെ ഞാനും പിടിച്ച്. ഇതിന് എനിക്കൊന്നും കിട്ടിട്ടോ. ഇതാ ഇവിടെ ഒന്നുണ്ട്, കരക്കലാട്ടോ ഒന്നിങ്ങനെ. സംഭവം ഇങ്ങനെ ആയി കഴിഞ്ഞാൽ വേഗം കാണാം. വലിപ്പമില്ല, അതിന് തൊട്ട മുന്നിലൊക്കെ തൊണ്ട്. ഇത് മുഴുവൻ കുറേ ഉണ്ട്, ഇഷ്ടം പോലെ തൊണ്ട് കാണുന്നുണ്ട്. കേട്ടോ ഇതൊക്കെ കുരങ്ങ് കഴിച്ചിടുന്ന കേട്ടോ. ഈ സൈഡ് മൊത്തം ഉണ്ട്. ഇവിടെയൊക്കെ വെള്ളം കുറവാണ്, കുരങ്ങിന് എടുത്ത് കൊണ്ടുപോകാനൊക്കെ എളുപ്പ. നല്ല കുരങ്ങ് എടുത്തു പോയിട്ടുണ്ട് കേട്ടോ ഇതിനെ. വെറുതെ അല്ല, നമുക്ക് ഇത്രയും ഏരിയ വന്നിട്ടും കക്ക കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ഇതൊന്നല്ല, കൂടുതൽ കക്കണ്ട്. ചെറുതൊക്കെ പൊളിച്ചിട്ടുണ്ട്. ആ സൈഡൊക്കെ ആണല്ലേ, അങ്ങോട്ടൊക്കെ നല്ല ഉള്ളൊരു ഏരിയ ആയിരുന്നു. ഇതൊക്കെ വെള്ളം കുറെ വലിഞ്ഞിട്ടുണ്ട്. അവിടെ ഒന്നും പോയിട്ട് കാര്യം ഉണ്ടോന്ന് അറിയില്ല. നിധിയും വരട്ടിട്ട് ഞാൻ മുന്നിൽ നടന്നാലേ കലക്ക് വരും. ഒരാൾ മുന്നിൽ കിടക്കുമ്പോൾ ഈ സൈഡ് കണ്ട വെള്ളം മൊത്തം കലങ്ങി ഓൻ അതിൽ കയറി വരുന്നുണ്ട്. ഇവിടെ നിൽക്കട്ടെ, എന്തായാലും ഇവിടെ തപ്പി നോക്കാം. ഇങ്ങനെ കണ്ടാൽ എളുപ്പത്തിൽ പിടിക്കുക. തപ്പിയാല് മണലുണ്ടല്ലോ ഇവിടെ. ഈ സൈഡിലേക്ക് വരാലിന്റെ കുഞ്ഞുങ്ങള് ഇഷ്ടം പോലെ ഉണ്ട്. തള്ള അവിടെ ഇവിടെ ഉണ്ട് കേട്ടോ, ചെറിയ കുഞ്ഞുങ്ങളാ. ഇങ്ങനെ തായ്ക്ക് വരുന്നുണ്ട്. കലക്കിലോട്ട് പോയാൽ ചിലപ്പോൾ കൂട്ടം പിരിഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പോയിക്കോട്ടെ. ഇഷ്ടം പോലെ ഓറഞ്ച് ഷെയ്ഡുള്ള. ഈ സമയത്ത് ഇവരെ പിടിക്കരുത്, കുഞ്ഞുങ്ങളൊന്നും ബാക്കിയായി കിട്ടില്ല. ഇത് തള്ള വേണം. അപ്പോൾ തള്ളേൻ്റെ കൂടെ നിന്നാലും ഇവരൊക്കെ വലുതായി കിട്ടുന്നത്. കരക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും മേലേക്ക് കയറിപ്പോട്ടെ. ഈ കരക്കിൽ വന്നാലേ കൂട്ടം പിരിഞ്ഞു. തള്ള ചിലപ്പോൾ പായലുണ്ടാവും. നമ്മുടെ മുകളിലോട്ട് ഇങ്ങനെ വന്ന് നമ്മളെ അനക്കം കാണുമ്പോൾ തള്ളകൾ വേഗം മാറിയുന്നല്ലോ. അതാ പോന്ന് എന്താ ഭംഗി കാണാൻ. ഇപ്പൊ ഇതിനെ വെള്ളം കൊടുത്താലേ കിട്ടണേ. അവിടുത്തെ കുരങ്ങിനെ അങ്ങനെ കിട്ടൂല. ഉണ്ട് വെയില് പോകുന്നുണ്ട് ഇല്ലടാ. മഴക്കാറിലുണ്ട്, നല്ല വെയിലുണ്ടെങ്കിൽ അവിടുന്ന് കാണുള്ളൂ. അത്രയും വെള്ളമല്ലേ. വലിപ്പമുള്ള ഉണ്ടോ? അവിടുന്ന് എന്തായാലും നല്ല കിട്ടുന്നുണ്ട്. കാണുന്നുണ്ടോ? സംഭവം മേടിയനാണെങ്കിലും ഇത് എത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ സഞ്ചിയിൽ എന്തായാലും ഉണ്ടാവും. സംഭവം ഇവിടെ വന്നപ്പോഴേ നല്ല കിട്ടുന്നുണ്ട്. നമ്മൾ ഉളന്ന് നിൽക്കുന്നുണ്ട്. ഇതാ
ഈ ഭാഗത്ത് കുറച്ച് കൂടുതലുണ്ട് അല്ലേ. ഇതാ വെയില് മങ്ങി കഴിഞ്ഞാൽ കാണൽ കുറയും. ഞങ്ങൾ വരുന്ന സമയത്ത് വലക്കാരെ കണ്ടിട്ടോ. അപ്പൊ വലക്കാർ പറഞ്ഞേ ഇത് കുരങ്ങ് മാത്രമല്ല, കുരങ്ങി സൈഡിലുള്ളത് മാത്രമാണ് കുളന്ന് വെക്കുമ്പോൾ എടുത്തു കൊണ്ടുപോയിട്ട് കഴിക്കുന്നത്. വെള്ളത്തിന്റെ കുറച്ച് സെൻട്രൽ ഭാഗത്തൊക്കെ നീർനായി ഞെണ്ടും, കൂടുതൽ നീർനായാണ് നല്ല പറഞ്ഞ്. നീർനായ വന്നിട്ട് നല്ല കക്ക കഴിച്ചുകൊണ്ട് വെറുതെ അല്ല കുറവ്, എന്നാലും ഇതാ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ സഞ്ചിയിലുണ്ട് ഇട്ടതാ, സഞ്ചി ഇത്രയായി. നിങ്ങൾ ലാസ്റ്റ് അവിടെ നമുക്ക് നമ്മളെ കടവിൽ എത്തുമ്പോ മൊത്തത്തിൽ കാണിച്ചു തരാം. കിട്ടിയോ? ഉണ്ട്. ഇവിടെ നല്ല ഈ ഒരു സ്ഥലത്ത് നിന്നാണ് നമുക്ക് കൂടുതലായത് കേട്ടോ. നീർനായി രാത്രിയാവുണ്ട് കേട്ടോ. നീർനായിന്റെ ശല്യമല്ല, നീർനായി ഇറങ്ങണല്ലേ. ശല്യം നമുക്കിത് കിട്ടാത്തണ്ടോ, അതിന് തീറ്റല്ലേ അല്ലേ. അപ്പൊ വലക്കാരൊക്കെ രാത്രി ഇങ്ങനെ വളരുന്ന സമയത്തൊക്കെ ഒരു കാണുന്നുണ്ട് നീർനായി ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് എടുത്തു വന്നിട്ട് വെള്ളം കുറവുള്ള സ്ഥലത്ത് വെച്ചാണ് ഇതൊക്കെ പൊട്ടിച്ച് കഴിക്കുന്നത്. കറക്റ്റ് നമ്മൾ ഇതാക്കിയ പോലെ അല്ലേ, നമ്മള് കക്ക നന്നാക്കാൻ വേണ്ടി പൊളത്തിയ പോലെ ഇങ്ങനെ ആയിട്ടാണ് കറക്റ്റ് കാണുന്നത്. അപ്പൊ കുരങ്ങും നീർനായും ഞണ്ടൊക്കെ തിന്നതിന് പിടിച്ചതിനൊക്കെ ബാക്കി നമുക്ക് കിട്ടുള്ളൂ. ആദ്യമൊന്നും ഇത്ര ശല്യം ഇല്ലട്ടെ ഇതിനെ. ഇത് വെറുക്കുന്ന തീറ്റ ഇല്ലാഞ്ഞിട്ടേക്കും. പുഴയിലുള്ള മറ്റു തീറ്റകളൊക്കെ കുറയുമ്പോഴേക്കും കക്കേനൊക്കെ പിടിച്ചിങ്ങനെ കൂടുതലായിട്ട് ഇവരൊക്കെ എടുത്ത് കഴിക്കുന്നത്. ഇതാ ഇതിനെ ഇവിടെ ഉണ്ട്, ചെറുതാടാ. അതുകൊണ്ട് ഇവർക്ക് വെള്ളം കൂടുതലാ. വെയിൽ വരട്ടെ. അപ്പൊ ഇന്നത്തെ കക്കവിടുത്തെ നിർത്തുകയാണ്. ഞങ്ങളെ കടവിലെത്തിട്ടോ. ഇതിന് ഇവിടെ വന്നിട്ടും കുറെ എണ്ണം കിട്ടുന്നുണ്ട് പറഞ്ഞ് നിൽക്കുന്നേ. റിച്ച് പോയിട്ട് ഒരു പാത്രം കൊടുക്കുന്നുണ്ട്. അപ്പൊ പാത്രത്തിൽ ചെറിയിട്ട് കാണിച്ചു തരാം. ഇത്രയല്ലോ കേട്ടോ എനിക്ക് കിട്ടിയത്. അത്യാവശ്യം വലിപ്പമുള്ള കക്കയതാ. അതൊക്കെ നല്ല വലിപ്പമുള്ള അല്ലേ. വലിപ്പമുള്ളത് മേടിയനൊക്കെ ഉണ്ട്. ഇതിന്റെ സഞ്ചി ഇതാ, ഇതിന് ഇത്രയും പിടിച്ചിട്ടുണ്ട്. ചെറുതും വലുതൊക്കെ മിക്സ് അല്ലേ. ഇത് ഇങ്ങനത്തെ കക്കയൊക്കെ അല്ലേ ഞങ്ങൾ കല്ലുമ്മക്കായ് കക്ക എന്നല്ല പറയാ. നമ്മൾ കടലിലുണ്ടാകുന്ന കല്ലുമ്മക്കായ് വരെ കുറച്ച് പരന്നിട്ടാണുള്ളത്. ഇതൊക്കെ അതിന്റെ ഷേപ്പ്. അപ്പൊ ഇനി വേഗം കൊണ്ടുപോയിട്ട് ഇത് നല്ല കുക്കിംഗ് ഒക്കെ ഇതിനാട്ടോ. ഇത് കൊണ്ടുപോയിട്ട് നമ്മള് നല്ലൊന്ന് വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്ന സമയത്തൊക്കെ കറക്റ്റ് പൊളിഞ്ഞു വരും. പിന്നെ ക്ലീൻ ചെയ്തിട്ട് കക്ക നല്ല ഫ്രൈ ആക്കും അല്ലേ. കക്കയിൽ ടേസ്റ്റേ കക്ക കുറച്ച് ഉറപ്പുണ്ടാവും, എന്നാലും കക്ക കഴിക്കുന്നതിലും ടേസ്റ്റാണ് കക്കയുടെ ഗ്രേവി. ആ ഉള്ളിയൊക്കെ ഇട്ടുള്ള അതിൻ്റെ മസാലയുള്ള ആ ഗ്രേവി കഴിക്കുന്നത്. ഇനി വേഗം അങ്ങോട്ട് പോട്ടെ. ഇതാ എത്ര മെനക്കെട്ടാലും അധികം മെനക്കെട്ടില്ല അല്ലേ. വേറെ കുറച്ചും കൂടെ നിൽക്കുകയാണെങ്കിൽ ഇനിയും കൂടുതൽ കിട്ടും. പക്ഷെ നമ്മുടെ ആവശ്യത്തിന് ഇത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ റിച്ചും ഞാനും ഇതിനും പോയിട്ട് ഇനി കക്ക ഫ്രൈ ഉണ്ടാക്കട്ടെ.